അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഷിഫ്റ്റ് 2 എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ ഒരു നല്ല പേപ്പറായിട്ട് ഞാൻ കാണുന്നു. മാത്സ് കുറച്ച് നല്ല ലെങ്ത് ആയിരുന്നു തോന്നുന്നു. ഇത് അധികം അറ്റൻഡ് ചെയ്യാനത്ര ഞാൻ വിചാരിച്ചത്ര എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റുന്ന തന്നെ, പക്ഷെ കുറച്ച് ലെങ്തി ആയിരുന്നു. ചെയ്താൽ കിട്ടുന്നത് ടൈമൊക്കെ ഓക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു. നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നോ? അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അതേപോലെയൊക്കെ. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത ഒരു രീതി തന്നെയായിരുന്നു എക്സാം. ഒരു ലൈക്ക് ഓൺ ടഫർ സൈഡ് ആയിരുന്നു. ജനറലി കഴിഞ്ഞ കൊല്ലത്തെ മീൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ടഫർ സൈഡിന്റെ ഒരു ഹയർ അപ്പർ സെക്ഷനിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. മാത്സ് ഇച്ചിരി ലെങ്ത് ആയിരുന്നു. കെമിസ്ട്രിയിലേക്ക് ചിലതൊരു ഇച്ചിരി കൺഫ്യൂസിങ് ഉണ്ട്, ഓർഡർ വെച്ചിട്ടുള്ളൊക്കെ നമ്പറിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിലേക്ക് ചിലതിലേക്ക് അത്യാവശ്യം ഹൈയും ലൈക്ക് ലോസും മീഡിയം കുറേ ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഓവറോൾ കുഴപ്പമില്ല, ബട്ട് മാത്സ് ഭയങ്കര ലെങ്തി ടൈപ്സ് ആയിരുന്നു. എല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാം ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ചെയ്യാൻ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. എളുപ്പമുള്ള ഫൈൻഡ് ചെയ്ത് കുറച്ചെണ്ണം ചെയ്തു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.